1997 മാർച്ച് 24 അമ്മ പറഞ്ഞു, മക്കളെ 1997 കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നുവെങ്കിലും കരുണ ഈ വർഷത്തേക്ക് മാത്രമുള്ളതല്ല. കരുണയുടെ കാലാവധി നീട്ടിക്കിട്ടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഒരു പ്രത്യേക കാലയളവിൽ മാനസാന്തരപ്പെടുന്ന പാപികളല്ല ഈ ലോകത്തിലുള്ളത്. അർപ്പിതാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം സാത്താൻ എൻ്റെ തിരുക്കുമാരനെ വെല്ലുവിളിച്ചിരിക്കുന്നു. നിനക്ക് അർപ്പിതരായിരിക്കുന്നവരുടെ ആത്മാക്കളെ ആദ്യം എൻ്റെ വലയിൽ വീഴ്ത്തിയാൽ സാധാരണക്കാരെ വീഴ്ത്താൻ എളുപ്പമാണെന്ന് അവൻ പറയുന്നു. അതിനാൽ മക്കളെ പ്രാർത്ഥിക്കുവിൻ, തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവിൻ, മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം പരിശുദ്ധ അമ്മ നൽകുമ്പോൾ 153 മണി ജപമാണ് സമ്പൂർണ്ണ ജപമാലയായി അന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നാണല്ലോ വീണ്ടും 5 ദിവ്യരഹസ്യങ്ങൾ കൂടെ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയിലൂടെ നമുക്ക് ലഭിച്ചത്. ഈ സന്ദേശം നൽകുന്ന സമയത്ത് അമ്മ പറയുക, 153 മണി ജപമാണ് ഒരു പൂർണ്ണ ജപമാല. നിങ്ങൾ ജപമാല ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവിൻ. സ്വർഗം സന്തോഷിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. ജഡികത, ലൗകികത ഇവയിൽ നിന്ന് മാറി ദൈവികതയിൽ മനുഷ്യമക്കൾ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭൂമിയുടെ ചലനങ്ങളും ഉഗ്രകോപങ്ങളും നിങ്ങൾ കാണും. പ്രാർത്ഥന എന്ന ആയുധം, വചനമാകുന്ന ആയുധം നിങ്ങൾ ധരിക്കണം. പിശാച് ഉഗ്രകോപത്തോടെ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ പിടിയിൽ നിന്നും ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി കരുണയ്ക്കായും പ്രാർത്ഥിക്കുക. മനുഷ്യൻ തന്നെയാണ് അവന് തിന്മ വരുത്തി വയ്ക്കുന്നത്. ഉറയൂരിയ വാൾ കൊണ്ടോ കുതിരപ്പടയാളികൾ കൊണ്ടോ നാശത്തെ എതിർക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇത് കേട്ട് പരിഭ്രമിക്കുകയോ ഭയവിഹുലരാകുകയോ വേണ്ട. കരുണയ്ക്കായി പ്രാർത്ഥിക്കുവിൻ. കരുണയുടെ അമ്മ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ നമ്മളോട് പറയുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ മക്കളെ എന്ന്. വാൾ കൊണ്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടോ കുതിരപ്പടയാളികളുടെ വേഗത്തിൽ നാശത്തെ മനുഷ്യരിലേക്ക്, ലോകത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടോ ലോകം വെട്ടിപ്പിടിച്ചതുകൊണ്ടോ സമാധാനം ആർക്കും ഒരിക്കലും ലഭിക്കില്ല. ഒരു രാഷ്ട്രത്തിന് ലഭിക്കില്ല, ഒരു രാഷ്ട്രീയ അധികാരികൾക്കും ലഭിക്കില്ല, സഭയ്ക്ക് ലഭിക്കില്ല, കുടുംബങ്ങൾക്ക് ലഭിക്കില്ല, സമർപ്പിതർക്ക് ലഭിക്കില്ല. സമാധാനത്തിനുള്ള ഏകമാർഗം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കരുണയാകാനുള്ള വിളി സ്വീകരിച്ച്, കരുണയേകി സ്നേഹിച്ച് ജീവിക്കുമ്പോഴാണ്. അതിന് നമുക്ക് കരുത്തേകുന്നത് പ്രാർത്ഥനയാണ്.